പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം നാട്ടിലെ ക്രമസമാധാന പാലനത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് തമ്പനം ഫൈസലിന്റെ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പി സാബുവിനെ സസ്പെൻഡ് ചെയ്തു. സാബുവിനൊപ്പം ഉണ്ടായിരുന്ന 3 പോലീസുകാർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാകും. സാബുവിന്റേത് ഗുരുതരമായ അച്ചടക്ക ലംഘനമെന്ന് ഉത്തരവിൽ പറയുന്നു. പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തരുതെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് കേരള പോലീസിന് ആകെ നാണക്കേടുണ്ടാക്കിയ വിരുന്ന് സൽക്കാരം അങ്കമാലിയിൽ നടന്നത്. പോലീസ് ഗുണ്ട മാഫിയ ബന്ധം ആലപ്പുഴയിലും ഏറെ ശക്തമാണ്. കൊച്ചിയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇതുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ ഇത് കുറച്ചുകൂടി വേരുറപ്പിച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുഴപ്പക്കാരാണെന്നും നാട് വിട്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് വിട്ടുപോകുന്നതാണ് നല്ലതെന്നുമാണ് പോലീസ് നിർദ്ദേശിച്ചത്. ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് തുടർ നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ പ്രതി അനൂപിന്റെ വീട്ടിൽ നിന്നും കടത്തപ്പെട്ട വ്യവസായിയുടെ കാർ മൂന്നാമത് കൈവശം വെച്ചത് CPO വിനീതാണെന്ന് കണ്ടെത്തി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും നവമി ദിനേശും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും ചേരുന്നു. ആദ്യം നവമിയിലേക്ക് പോകണം. നവമി, കഴിഞ്ഞ ദിവസമുണ്ടായ വിരുന്നു സൽക്കാരം അത് നമുക്കറിയാം എത്രത്തോളം നാണക്കേടുണ്ടാക്കി നമ്മുടെ പോലീസ് സംവിധാനത്തിന് എന്നുള്ളത്. അതിനുശേഷം ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വരുന്നു. ഇയാൾ ബാത്റൂമിലടക്കം ഒളിച്ചിരുന്ന സാഹചര്യമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബന്ധം കണ്ടെത്തിയ പോലീസ് സേനയിൽ നിന്ന് ഇയാൾക്ക് സസ്പെൻഷൻ ഉണ്ടാകുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ട് ഇയാൾക്ക് യാത്രയപ്പ് നൽകാൻ ഉണ്ടാക്കിയിരുന്ന സ്റ്റേജ് അതുപോലത്തെ പന്തല് പോലും പൊളിച്ചു മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് സേന ഇയാളെ പൂർണ്ണമായും കൈവിടുന്നു. അപ്പോഴും നടപടികൾ അവസാനിക്കുന്നില്ല. കൂടുതൽ നടപടികളിലേക്ക് പോകണം. ഇനിയും ഇത്തരം ആൾക്കാരുണ്ടോ എന്ന് കണ്ടെത്തണം. ഇപ്പോൾ എന്താണ് പൊതുവെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഓപ്പറേഷൻ ആഗ് പോലുള്ള ഒരു പദ്ധതി, അതായത് സംസ്ഥാനത്തെ ഗുണ്ടകളെ വിലങ്ങിടാൻ വേണ്ടി പോലീസ് നെട്ടോട്ടം ഓടുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഗുണ്ടയുടെ വീട്ടിൽ സൽക്കാരത്തിനായി എത്തിയിരിക്കുന്നത്. ഇത് പിന്നീട് വലിയൊരു വിവാദമാവുകയും ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അങ്കമാലി SI തന്നോട് വിവരം അറിയിച്ചു. അതായത് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ കുറച്ചധികം നാളുകളായി പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിന് കാരണം ഈ ഗുണ്ടകളെ പിടികൂടുന്നതിന് വേണ്ടി ഓപ്പറേഷൻ ആഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ നിരീക്ഷണവും സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ എല്ലാ മേഖലകളിലും എല്ലാ ഗുണ്ടകളെയും കേന്ദ്രീകരിച്ച് അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുമുള്ള ഒരു നിരീക്ഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതിൽ തമ്മനം ഫൈസലിന്റെ വീടും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. മഫ്തിയിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ഈ വീടും പരിസരവും അവിടെ എത്തുന്നവരാരൊക്കെയെന്നുള്ള ഒരു കണക്കെടുക്കലും ഒക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ ശനിയാഴ്ച വൈകുന്നേരം പോലീസിന് ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നു. ഞായറാഴ്ച വൈകുന്നേരം പോലീസിന് ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നുണ്ട്. ഈ വീട്ടിലേക്ക് പരിചയമില്ലാത്ത ഒരു കാറും അതിൽ 3-4 ആളുകളും ഉണ്ടെന്നുള്ളൊരു വിവരം കിട്ടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കമാലി SIയുടെ നേതൃത്വത്തിലുള്ള സംഘം തമ്മനം ഫൈസലിന്റെ വീട്ടിലേക്ക് പോകുന്നു. അങ്കമാലിയിലെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വീട്ടിലെത്തിയപ്പോഴാണ് പുറത്ത് 3 പേർ നിൽക്കുന്നതായി കാണുന്നത്. അവരോട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങൾ ഇങ്ങനെ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള CPOമാരാണ്. തങ്ങൾ ഇതുപോലെ മസനഗുഡിയിൽ ഒരു യാത്ര പോയതിനു ശേഷം തിരിച്ച് അങ്കമാലിയിൽ തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തി. തമ്മനം ഫൈസല് ഈ അടുത്ത ഇടയ്ക്ക് ഇറങ്ങിയ ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ട് കൂടിയുണ്ട്. അങ്ങനെ ഒരു അഭിനേതാവിനെ കാണാം, കുപ്രസിദ്ധനായ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിനെ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളെ DYSP ആണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ തമ്മനം ഫൈസലിനെ കാണാനാണ് തങ്ങൾ ഇവിടെ എത്തിയതെന്ന് ഈ CPOമാര് ഈ അങ്കമാലി SIയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം പോലീസിന് കൃത്യമായി മനസ്സിലായി DYSP വീട്ടിന്റെ ഉള്ളിലുണ്ടെന്ന്. പക്ഷെ അവർ ചെല്ലുമ്പോൾ DYSP അവിടെ ശുചിമുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. താരതമ്യേന കുറഞ്ഞ റാങ്കിലുള്ള SI ആയതിനാൽ DYSPയോട് ആ സമയത്ത് സംസാരിക്കുവാനോ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനോ നിന്നില്ല. പിന്നീട് തമ്മനം ഫൈസലിനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും കൂട്ടി ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും ഈ പുറത്തുണ്ടായിരുന്ന 3 CPOമാരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനുശേഷം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയ കൂടുതൽ തെളിവെടുത്തു. മൊഴികളെടുത്തതിൽ നിന്നാണ് DYSPയും ആ വീട്ടിന്റെ ഉള്ളിലുണ്ടെന്നുള്ളൊരു വിവരം ഇവർക്ക് മനസ്സിലായത്. ഉടൻ തന്നെ ആലുവ റൂറൽ SP വൈഭവ് സക്സേനയോട് ഇക്കാര്യം വിളിച്ചറിയിക്കുകയും ഒരു റിപ്പോർട്ട് എന്ന
രൂപേണ കൈമാറുകയും ചെയ്തു. ഉടൻ തന്നെ SP ഇത് DGPക്ക് ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. പിന്നീടാണ് ഈ തുടർന്നുണ്ടായ വിവാദങ്ങളും പിന്നീട് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലുമൊക്കെ എത്തി നിൽക്കുന്നത്. എന്തായാലും വലിയൊരു പോലീസ് സേനയ്ക്കാകെ വലിയൊരു നാണക്കേടായിരിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. ഈ SP-യുടെ DYSP-യുടെ വീട്ടിൽ ഓഫീസിൽ ഈ 2 ദിവസം കൂടിയേ ഉള്ളൂ അദ്ദേഹത്തിന് റിട്ടയർ ആകാൻ, വിരമിക്കാൻ. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 ദിവസം കൂടി വിരമിക്കാനുള്ള ഒരാൾ, ഇയാൾക്കായി നേരത്തെ പറഞ്ഞതുപോലെ വിരമിക്കൽ ചടങ്ങിനുള്ള സംവിധാനങ്ങൾ പോലീസ് സേന ഒരുക്കുന്നു. അത് മാത്രമല്ല, നേരത്തെയും ഒരുപാട് കേസുകളിൽ ആരോപണ വിധേയനായ ഒരാൾ കൂടിയാണ് ഇയാൾ. അവധിയിലായ ദീർഘനാളായി. ഇതിനുശേഷം ഈ തമ്മനം ഫൈസലിനെ പോലെയുള്ള ആളുടെ വീട്ടിൽ വരുന്ന വിരുന്നുമായി ബന്ധപ്പെട്ട് വരിക എന്ന് പറഞ്ഞ് നേരത്തെ ഇവർ തമ്മിൽ സ്വാഭാവികമായി ബന്ധമുണ്ടാകണം. ഈ ഒപ്പമുള്ള പോലീസുകാരെ കുടുക്കി എന്ന് പറഞ്ഞാലും അവരും അത്ര മണ്ടന്മാരൊന്നുമല്ലല്ലോ. ഇങ്ങനെ ഒരു ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിന് പോവുക എന്ന കാര്യം സ്വാഭാവികമായും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം നിരീക്ഷണമുള്ള ഒരു വീടാണ് എന്ന് കൂടി അറിയണം. ഇത് ഈ പോലീസ് സേനയിൽ പതിവാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഗുണ്ടകളുടെ ആതിഥ്യം ഈ പോലീസുകാർ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യാപകമായ ഒരു തെളിവ് ശേഖരണമൊക്കെ വേണം, അത്തരം റിപ്പോർട്ടുകൾ വേണം. നേരത്തെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും കാര്യമായ നടപടികളില്ല. അത്തരം കാര്യങ്ങളിലോ കുറച്ചൊരു ഗൗരവമായ സമീപനം പോലീസ് സ്വീകരിക്കുന്നുണ്ടോ ഈ വിവരം പുറത്തു വന്നതിന് ശേഷം? തീർച്ചയായും രഞ്ജിത്ത്, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 ദിവസം കൂടിയേ ഉള്ളൂ ഈ പോലീസ് ഉദ്യോഗസ്ഥന് വിരമിക്കാൻ. അല്പം കൂടി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയൊരു ഈ പറയുന്നത് പോലെ നല്ലൊരു യാത്രയപ്പുമായി പോകേണ്ട ആൾക്ക് ഈ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ച് തലകുനിച്ചിറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ്. അത്രയും നാളും ഈ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ, അതായത് ഇതിനു മുൻപും പല പ്രതികളുമായും അല്ലെങ്കിൽ ഗുണ്ടകളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണെന്ന് പറയുമ്പോൾ കൂടിയും സർവീസിൽ നിന്നും അഭിമാനത്തോടെ ഇറങ്ങി പോകേണ്ട വ്യക്തി ഇങ്ങനെ തലകുനിച്ചു പോകേണ്ട ഒരു അവസരം എന്തിനു വരുത്തി വെച്ചു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം വ്യാപക വിമർശനം തന്നെയാണ് ഈ DYSP സാബുവിനെതിരെ ഉയരുന്നത്. എന്തായാലും ആലുവ പോലീസിനെ സംബന്ധിച്ച് ആലുവ റൂറൽ SP ഇന്നലെ വ്യക്തമാക്കിയത് തനിക്ക് തന്റെ പരിധിയിൽ നടന്ന ഒരു സംഭവമായതിനാൽ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ, രേഖകൾ അടക്കം ഹാജരാക്കി കൊണ്ട് റിപ്പോർട്ട് DGPക്ക് കൈമാറിയിട്ടുണ്ട്. തന്റെ ഉത്തരവാദിത്തം താൻ കൃത്യമായി ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ തമ്മനം ഫൈസലിനെ അന്ന് തന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നടപടി എന്നോണം തമ്മനം ഫൈസലിനെ വീണ്ടും നിരീക്ഷിക്കുക തന്നെ ചെയ്യും. മറ്റേതെങ്കിലും ഒരു അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകാതെ നോക്കുവാൻ വേണ്ടി തമ്മനം ഫൈസലിനെ തങ്ങൾ കൃത്യമായും നിരീക്ഷിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, ഇതുപോലെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഗുണ്ടകളുമായി ബന്ധപ്പെടുകയോ മറ്റും ചെയ്താൽ അതിലും കൃത്യമായ നടപടി സ്വീകരിക്കും. തന്റെ പരിധിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർ CPOമാരായിരുന്നു ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്തിരുന്നതെങ്കിൽ താൻ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുമായിരുന്നു എന്നും റൂറൽ SP പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ താൻ ആലപ്പുഴ പോലീസ് മേധാവിയെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടികളൊക്കെ എത്രയും വേഗം നടന്നതെന്ന് കൂടി SP പറയുന്നുണ്ട്. എന്തായാലും എറണാകുളം ജില്ലയിലും കൃത്യമായിട്ടുള്ള നിരീക്ഷണം, അത് ഗുണ്ടാ നേതാക്കളുടെ മേലും അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നുമുണ്ട്. രഞ്ജിത്ത്, ശരണ്യ സ്നേഹജൻ കൂടിയുണ്ട്. ശരണ്യ, നമ്മൾ ഈ സംസ്ഥാന വ്യാപകമായുള്ള ബന്ധം ചർച്ച ചെയ്യുന്നുണ്ട്, ഗുണ്ടകളും പോലീസുമായുള്ള. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശരണ്യ രാവിലെ റിപ്പോർട്ട് ചെയ്ത ഈ ആലപ്പുഴയിലെ ഒരു സംഭവം. അതായത് ആഡംബര കാറ് പോലും കൈവശം വെക്കുന്ന CPO, ഒപ്പം വ്യവസായി പരാതിയുമായി ചെല്ലുമ്പോൾ പാടില്ല, ഇവർ വലിയ കക്ഷികളാണ്, നിങ്ങൾ ഈ പരാതിയുമായി വന്നാൽ നിങ്ങൾ പണി വാങ്ങുമെന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ. ഇത് എത്രത്തോളം ഗൗരവതരമാണ്? ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് സേനയിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഈ വിഷയത്തിനോട് ഉള്ള സമീപനം എങ്ങനെയായിരുന്നു? രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടാ നേതാക്കന്മാരും പോലീസും രാഷ്ട്രീയ നേതാക്കന്മാരും ഇതെല്ലാവരും കൂടിക്കലർന്നിട്ടുള്ള ഒരു കൂട്ടുകച്ചവടമാണ് ആലപ്പുഴയിൽ പലയിടങ്ങളിലും നടക്കുന്നത് എന്നുള്ളതാണ്. ഈ സംഭവങ്ങളിലേക്ക്, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച സംഭവങ്ങളിലേക്ക് നീങ്ങാനുണ്ടായ കാരണം, കഴിഞ്ഞ ദിവസം ആലപ്പുഴ മാരാരിക്കുളം ഭാഗത്ത് വെച്ച് കണ്ണൂരിൽ നിന്നുള്ള ഒരു യുവ വ്യവസായിയെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാർ എടുത്തിട്ടുള്ള ആളാണ്.
അഭിഷേക് എന്ന യുവ വ്യവസായിയെ കൊലപ്പെടുത്താനായി ശ്രമിച്ച ഒരു വധശ്രമ കേസ് ഇവിടെ ആലപ്പുഴയിൽ എടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ ചില CPM നേതാക്കന്മാർ അടക്കം ആരോപണ വിധേയരാണ് എന്നുള്ളതാണ്. പ്രധാനമായും ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അഭിഷേകും സുഹൃത്തും കൂടി വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇയാൾ കഞ്ഞിക്കുഴിയിൽ വെച്ച് ഇയാൾ ആക്രമിക്കപ്പെടുന്നു. തോക്ക് ചൂണ്ടി ഇയാളോട് ഈ കേസിലെ പ്രതികളായ അനൂപും ഒപ്പം തന്നെ മനോജും ഇവർ രണ്ടുപേരും ഭീഷണിപ്പെടുത്തുകയും ഇവരുമായുള്ള ചില സാമ്പത്തിക തർക്കങ്ങളിൽ ആ പണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു ഈ തോക്ക് ചൂണ്ടിയുള്ള ഭീഷണിയിലേക്ക് പോകുന്നത്. തുടർന്ന് ഈ വ്യവസായി അവിടെ നിന്ന് വാഹനമെടുത്ത് രക്ഷപ്പെടുകയും ഇയാൾ കായംകുളം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് കായംകുളം പോലീസിന്റെ നിർദ്ദേശാനുസരണം മാരാരിക്കുളം സ്റ്റേഷൻ പരിധിയായതുകൊണ്ട് മാരാരിക്കുളം സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ മാരാരിക്കുളം സ്റ്റേഷനിൽ വിവരം നൽകുമ്പോഴാണ് ഈ പ്രതികളുടെ പേര് വിവരം. ഈ പ്രതികളെല്ലാം തന്നെ പ്രശസ്തരായ ആളുകളാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തും പോലീസുകാർക്കിടയിലും ഇവരെ നന്നായി എല്ലാവർക്കും അറിയാവുന്ന ആളുകളും തന്നെയാണ്. അത്തരത്തിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് പറഞ്ഞപ്പോൾ ഇവരുമായി മുട്ടാൻ നിൽക്കുന്നത് നല്ലതല്ല, നിങ്ങൾ വിട്ടുപോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് നടു റോട്ടിൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഒരാളെ വധിക്കാൻ ശ്രമിച്ച കൊലവിളി നടത്തിയ 2 പേർക്കെതിരെ പരാതി പറഞ്ഞപ്പോൾ ഈ കണ്ണൂരുകാരനായ വ്യവസായിക്ക് നേരിടേണ്ടി വന്നത്. പിന്നീട് പക്ഷേ അയാൾ കണ്ണൂരുകാരനാണ്, അയാൾക്ക് കണ്ണൂരിൽ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. തുടർന്ന് അയാൾ ഇത് മുഖ്യമന്ത്രിക്ക് പരാതിയുമായി പോവുകയും ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് സമീപിക്കുകയും ചെയ്തു. ഈ ജില്ലാ പോലീസ് മേധാവിക്ക് ആദ്യഘട്ടത്തിൽ അവർ വിവരം തേടുമ്പോഴും മാരാരിക്കുളത്ത് നിന്ന് നൽകിയത് വളരെ വേഗമായ ഇൻഫർമേഷൻസ് മാത്രമാണ് കൈമാറിയത്. ഈ കേസിന്റെ ഒരു സീരിയസ്നെസ് പോലും അവരിലേക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല. മാത്രമല്ല ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതിനകത്തൊരു ഇടപെടൽ ഉണ്ടായപ്പോഴാണ് ഈ കേസ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിന്നീട് പല CPM നേതാക്കന്മാരുടെ CDR രേഖകൾ പരിശോധിച്ചു, പ്രതികളുടെ രേഖകൾ പരിശോധിച്ചു. ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ കഞ്ഞിക്കുഴിയിലെ ഏരിയ ഭാരവാഹിയായ നേതാവിന് ഇവരൊക്കെയുമായി കൃത്യമായ ബന്ധം, ഫോൺ CDR രേഖകളടക്കം, അതായത് കോൾ ഡീറ്റെയിൽസ് അടക്കം പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സാബുവിന്റെ കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ രഞ്ജിത്തിന് ഓർമ്മയുണ്ടാകും. ഒരുപക്ഷെ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ സാബുവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം പുറത്തു കൊണ്ടുവന്നതാണ്. അതായത് ലഹരിക്കടത്ത് കേസിൽ അന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ പ്രതികളായ അല്ലെങ്കിൽ ആരോപണ വിധേയരായ വ്യക്തികൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന, പൂർണ്ണമായി ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ട് അവരുടെ സൽക്കാരം സ്വീകരിച്ച എഴുതി തയ്യാറാക്കുകയും പിന്നീട് അത് പോലീസിന് കൈമാറുകയും ആ റിപ്പോർട്ട് അംഗീകരിക്കപ്പെടാതെ പോവുകയുമാണ് ചെയ്തത്. പോലീസിന് കൈമാറുന്നതിന് മുമ്പ് തന്നെ ഈ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് താൻ നൽകുന്നുണ്ട് എന്ന് മാധ്യമങ്ങളെ വിളിച്ച് 3 മാധ്യമങ്ങളെ വിളിച്ച് രഹസ്യമായി അറിയിപ്പിച്ച് അത്തരത്തിൽ വരെ സഹായം ചെയ്തിട്ടുള്ള ആളുകൾ, ഈ ആരോപണ വിധേയരായ ആളുകൾക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുള്ള ആളാണ് ഇദ്ദേഹമെന്നും അന്നും ഈ ജില്ലാ പോലീസ് മേധാവി ഇദ്ദേഹത്തെ സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ റിട്ടയർമെന്റിന് 3-4 ദിവസം മുമ്പ് തലകുനിച്ച് പടിയിറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതിന് സമാനമായ സംഭവം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ യുവ വ്യവസായിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ മുഹമ്മയിൽ ഒരു CPOയുടെ വീട് അന്വേഷണ സംഘത്തിന് റെയ്ഡ് ചെയ്യേണ്ടി വന്നു. നമുക്കറിയാം മാരാരിക്കുളം സ്റ്റേഷനിലെ ആ അന്വേഷണത്തിന്റെ അത്യുത്സാഹം കൊണ്ട് തന്നെ അവരിൽ നിന്ന് കേസെടുത്ത് മാറ്റേണ്ട ഗതികേടിലേക്ക് ജില്ലാ പോലീസ് മേധാവിക്ക് എത്തേണ്ടി വന്നു. തുടർന്ന് പട്ടണക്കാട് SHOയ്ക്കാണ് ഇപ്പോൾ കേസ് അന്വേഷണത്തിന് ചുമതല കൊടുത്തിരിക്കുന്നത്. ചേർത്തല DYSPയുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗിലാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. ആ കേസിലാണ് ഇപ്പോൾ പുതിയ ഒരു പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അതായത് എറണാകുളത്തെ ഒരു പോലീസ് സ്റ്റേഷനിലെ CPO വിനീതിന്റെ വീട്ടിൽ ഇന്നലെ അന്വേഷണ സംഘത്തിന് റെയ്ഡ് നടത്തേണ്ടി വന്നു. അന്വേഷണ സംഘം റെയ്ഡ് നടത്താനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത് പ്രതികളായ ഈ കേസിലെ മുഖ്യപ്രതിയായ മനോജിനെയും മനോജിനെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നടക്കമുള്ള സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ പോലീസ് CPOനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയായിരുന്നു വീട്ടിലെ റെയ്ഡ്. പോലീസിന് ലഭ്യമായ വിവരപ്രകാരം ഈ അനൂപിന്റെ, അതായത് ഈ വ്യവസായിയുടെ കാറ് ഈ പ്രതിയായ അനൂപിന്റെ കൈവശമായിരുന്നു. പോഷെ കാറായിരുന്നു. ആ കാറ് അവരുടെ അനൂപിന്റെ ഈ കേസ് ഈ വ്യവസായി കാറ് വിട്ടിടണമെന്ന് ആവശ്യപ്പെട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഈ കാറ് അവിടുത്തെ CCTV മാറ്റിയതിനു ശേഷം, ക്യാമറകൾ മാറ്റിയതിനു ശേഷം ആ വീടിന്റെ പോർച്ചിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി 3ാമതായി രഹസ്യമായി കൈവശം വെച്ചത് ഈ CPO വിനീതാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇടപെടലിന് ശേഷമാണ് ഈ വ്യവസായി
എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്വാധീനമുള്ള ഒരാളാണെന്നാണ് മനസ്സിലാകുന്നത്. അത്യാവശ്യം നല്ല വ്യവസായമുണ്ട്. പോർഷെ കാറൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അയാൾക്ക് സാമ്പത്തികമായി ഉണ്ടാകും, മറ്റു സ്വാധീനങ്ങളൊക്കെ ഉണ്ടാകും. ഇയാൾ ഒരു നടപടിയും ഉണ്ടാകാത്ത നിലയ്ക്കാണോ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനു ശേഷം അന്വേഷണ ഗതിയിൽ എന്തു മാറ്റമുണ്ടായി? ഈ അനൂപുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? ഈ മറ്റ് പ്രതികളെ പിടിക്കാനായിട്ടുണ്ടോ? അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ശരണ്യ? രഞ്ജിത്ത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഭരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് ഇവിടെ ഒരു കേസിനകത്ത് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു. എന്നാൽ അതിനകത്ത് തന്നെ ഈ കേസ് എടുക്കാതിരിക്കാനും കേസിന് വേണ്ടി അതിനെ മാരാരിക്കുളം പോലീസിനെ സ്വാധീനിച്ചതും ആലപ്പുഴയിലെ CPM നേതാക്കളാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഈ കഞ്ഞിക്കുഴിയിലെ CPM നേതാവാണ് ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടി, പ്രതികൾക്ക് വേണ്ടി ഇടപെടുന്നതെന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിക്കാരനായ വ്യക്തി തന്നെ സ്ഥിരീകരിച്ച ചില സംഭവങ്ങളുണ്ട്. അതായത് ഈ കേസിലെ ഒന്നാം പ്രതിയായ അനൂപിനെ വ്യവസായിയുമായി ഈ കഞ്ഞിക്കുഴിയിലെ നേതാവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ആ വീട്ടിലെത്തി ഈ നേതാവിനെ പരിചയപ്പെടുന്നത് ഇപ്പോൾ കേസിൽ പ്രതിയായ ക്രിമിനൽ പശ്ചാത്തലമുള്ള അനൂപാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവരൊക്കെ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യവസായി ആലപ്പുഴയിൽ എത്താൻ കാരണം തുറവൂര് മുതൽ കൊല്ലം പരവൂർ വരെയുള്ള നാഷണൽ ഹൈവേയുടെ റീച്ചുമായി ബന്ധപ്പെട്ട്, നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ മെറ്റീരിയൽസ് വിതരണം ചെയ്യാനായാണ് ഈ കരാർ എടുത്തിട്ടുള്ള ആളാണ് ഈ കൊല്ലത്തെ യുവ വ്യവസായി. മാത്രമല്ല, ഇവരെല്ലാവരും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. മറ്റ് സഹായങ്ങൾ, വഴിവിട്ട സഹായങ്ങൾ അടക്കം ഇവിടെ ചെയ്തു നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് സൗഹൃദം സ്ഥാപിക്കുന്നത്. പിന്നീട് ആ സൗഹൃദം ഒരു കൂട്ടുകച്ചവടത്തിലേക്ക് പോവുകയും യാതൊരുവിധ, അതായത് സാമ്പത്തികമായി ഇപ്പോൾ ഈ പോലീസിന് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത് 3 കോടി രൂപയോളം തന്റെ അടുത്ത് നിന്ന് തട്ടിച്ചു എന്നുള്ളതാണ്. അതായത് പാലക്കാടിലെ ഡാമിൽ നിന്നും മണ്ണ് എടുത്ത് ആ മണ്ണ് ദേശീയപാത നിർമ്മാണത്തിനായി വിൽക്കുന്ന കരാറിലാണ് ഈ യുവ വ്യവസായി ഇപ്പോൾ കേസിലെ പ്രതിയായ അനൂപിന്റെ ഭാര്യയും ചേർന്ന കമ്പനി രജിസ്റ്റർ ചെയ്ത് ആ കമ്പനിയുടെ പ്രവർത്തനം നടക്കുകയായിരുന്നു. തുടർന്ന് ആ പ്രവർത്തനം നടന്ന പശ്ചാത്തലത്തിൽ ഇവർക്ക് ഈ വ്യവസായിയെ ഇവർ ഒരുമിച്ച്, രാഷ്ട്രീയ ഗുണ്ട സംവിധാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവർ വ്യവസായിയെ കൈകാര്യം ചെയ്യുകയും പണം മുഴുവൻ ഇവർ ഏകപക്ഷീയമായി എടുക്കാൻ തുടങ്ങുകയും ചെയ്തു. അവിടെ നിന്നാണ് ഇവർ തെറ്റി തുടങ്ങുന്നത്. തുടർന്ന് ഇവർ തമ്മിൽ ഈ വാഹനം വിട്ടുകിട്ടണമെന്നും പണം ഈ കരാറിനകത്ത് മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യുവ വ്യവസായി അവിടെ പാലക്കാട് സമീപിക്കുന്നു, സർക്കാരിനെ സമീപിക്കുന്നു. അങ്ങനെ ഉണ്ടായ ഒരു വൈരാഗ്യത്തിന്റെ പുറത്താണ് ഈ അക്രമം നടന്നതെന്നുള്ളതാണ്. ഇതിന് മുന്നേ പലതവണ CPM നേതാവ് ഈ വ്യവസായിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികളായ ആളുകളെ, മനോജ് അടക്കമുള്ള ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ പോലീസിന് ലഭ്യമാണ്. ഒരുപക്ഷെ ഈ കഞ്ഞിക്കുഴിയിലെ ആ നേതാവിനെ ഭരണ സ്വാധീനം ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യാനായി പോലീസ് അന്വേഷണ സംഘം വിളിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഒരു സ്വാധീനം, പ്രത്യേകിച്ച് ഇത് CPMനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഭരണ സ്വാധീനം ഉപയോഗിച്ച് കുറെ ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു എന്നുള്ള ആരോപണം ഈ ആളുകളെ കുറിച്ച് നേരത്തെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഇവർ കൈകാര്യം ചെയ്യുന്നു എന്നും അതിൽ ലാഭമായി പ്രതിഫലം കൈപ്പറ്റുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് പുത്തൻ സംഭവങ്ങൾ തലപൊക്കിയിട്ടുള്ളത്. എന്തായാലും ഇതെല്ലാം ചേർന്നൊരു കൂട്ടുബന്ധമാണ് ഇവിടെ ആലപ്പുഴയിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. പോലീസിന് കൃത്യമായി ഇവരൊക്കെ തമ്മിലുള്ള ഒരു കോണ്ടാക്ട്സിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എത്രമാത്രം ഇവർ മുന്നോട്ട് പോകും അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നോക്കിയിരുന്നു കാണേണ്ടത്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഏതായാലും സംസ്ഥാനമൊട്ടാകെ ഇത്തരം വാർത്തകൾ പുറത്തുവരുന്നു. ഗുണ്ട പോലീസ് സംഘങ്ങൾ തമ്മിലുള്ള ഈ പറഞ്ഞതുപോലെയുള്ള നെക്സസ് സംസ്ഥാനത്തുടനീളമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. DYSP അടക്കം, സാബു അടക്കം സസ്പെൻഡ് ചെയ്യപ്പെട്ട പശ്ചാത്തലം ചേർത്ത് വായിക്കണം. ശരണ്യ സ്നേഹിതനാണ് ആലപ്പുഴയിലെ വിവരങ്ങൾ പങ്കുവച്ചത്.